ഹലോ സ്റ്റുഡൻസ്, +1 ഫിസിക്സിലെ ഡയമെൻഷണൽ അനാലിസിസ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഡയമെൻഷണൽ അനാലിസിസ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ, അതാണ് സബ് ഹെഡിങ്. അതിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡയമെൻഷണൽ അനാലിസിസ്. ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെയും ഡയമെൻഷൻ എന്താണെന്നാണ് എഴുതാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 7 ബേസിക് ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. പക്ഷേ നമുക്ക് +1 ആവശ്യമായി വരുന്നത് 3 ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻ മാത്രമാണ്. അത് വെച്ചിട്ട് തന്നെയാണ് മാക്സിമം പ്രോബ്ലംസും വരുന്നത്. ഓക്കെ, അതായത് മാസ്, ലെങ്ത്ത്, ടൈം. മാസ്, ലെങ്ത്ത്, ടൈം, ഇത്രയും ഫിസിക്കൽ ക്വാണ്ടിറ്റി വെച്ചിട്ട് തന്നെ നമുക്ക് എല്ലാ പ്രോബ്ലംസും ചെയ്യാനായിട്ട് പറ്റും. എന്തെങ്കിലും എക്സെപ്ഷൻസ് ചില കേസിൽ കറണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് അങ്ങനത്തെ പ്രോബ്ലംസ് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ, പിന്നീടൊരു വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് മാസ്, ലെങ്ത്ത്, ടൈം വെച്ചിട്ടുള്ള ഡയമെൻഷണൽ അനാലിസിസ് നോക്കാം. ഓക്കെ, അപ്പോൾ മാസിൻ്റെ ഡയമെൻഷൻ നമ്മൾ എഴുതുന്നത് ക്യാപിറ്റൽ M എഴുതുന്നു, അതിനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്താക്കുന്നു. അപ്പോൾ മാസിൻ്റെ ഡയമെൻഷൻ നമ്മൾ M എന്നാണ് എഴുതുന്നത്. ഓക്കെ, അതുപോലെ ലെങ്ത്ത് L, ക്യാപിറ്റൽ L. ടൈം ആണെങ്കിൽ ക്യാപിറ്റൽ T. ഓക്കെ, ഇനി ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെയും ഡയമെൻഷൻ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, 1 by 1 ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് സ്പീഡ് നോക്കാം. സ്പീഡ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഡയമെൻഷൻ എഴുതണമെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഇക്വേഷൻ എഴുതണം. സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താ? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ അല്ലേ, അതായത് ഷോർട്ടായിട്ട് ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് എഴുതാം. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ശരിക്ക്? അതൊരു ലെങ്ത് അല്ലേ? ഡിസ്റ്റൻസ് ഒരു ലെങ്ത് ആണല്ലേ. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ നമ്മൾ എങ്ങനെ എഴുതും? L എന്ന് എഴുതാം. അതേപോലെ ടൈമിൻ്റെത് ടൈം തന്നെയാണല്ലോ, അപ്പോൾ T എന്ന് എഴുതാം. ഇനി നമ്മൾ ഈ ഡിനോമിനേറ്ററിൽ എഴുതുന്ന കാര്യത്തിന് ന്യൂമറേറ്ററിലേക്ക് മാറ്റി എഴുതുക. എങ്ങനെ എഴുതുവാം? L. ഈ T മേലേക്ക് പോകുമ്പം എന്ത് വരും? T⁻⁻1. സോ L T⁻⁻1. ഇതാണ് സ്പീഡിൻ്റെ ഡയമെൻഷൻ. ഇനി നമ്മൾ വെലോസിറ്റിയാണ് എടുക്കുന്നതെങ്കിലോ, വെലോസിറ്റി എടുക്കുന്ന സമയത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന് വരും അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റും എന്ത് തന്നെയാണ്? ഒരു ലെങ്ത്താണ്, താഴെ ടൈം തന്നെ. അപ്പോൾ സ്പീഡിനും വെലോസിറ്റിക്കും സെയിം ഡയമെൻഷനാണ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് ആക്സിലറേഷൻ നോക്കാം. ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ. അതിനുവേണ്ടി ആക്സിലറേഷനുള്ള ഇക്വേഷൻ എഴുതുക. A = v/t. നമുക്ക് v ഓൾറെഡി അറിയാം, L T⁻⁻1 ആണല്ലോ. അപ്പോൾ L T⁻⁻1 ഡിവൈഡഡ് ബൈ T. ഓക്കെ, ഇനി ഈ T മേലേക്ക് പോകുമ്പം T⁻⁻1 ആവും. ഓൾറെഡി ഒരു T⁻⁻1 ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ T⁻⁻1 ഇൻറ്റു T⁻⁻1 അങ്ങനെ വരുമ്പോൾ അത് ആഡ് ചെയ്യല്ലേ വേണ്ടത്, പവർ. L T⁻⁻2 എന്ന് കിട്ടും. ഇതാണ് ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ. ഓക്കെ, ഇനി നിങ്ങൾ അഥവാ വെലോസിറ്റിയുടെ ഡയമെൻഷൻ ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കിട്ടുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം? വെലോസിറ്റിയുടെ ഡയമെൻഷൻ കണ്ടുവച്ച് എന്നിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യാൻ. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നോക്കാം. ഫോഴ്സ് F = മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം ചെയ്യാൻ നമ്മൾ മസ്റ്റായിട്ടും എല്ലാത്തിൻ്റെയും ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എമ്മിൻ്റെ ഡയമെൻഷൻ എന്താ? എമ്മിൻ്റെ ഡയമെൻഷൻ M തന്നെ. ആക്സിലറേഷൻ്റെ നമ്മളിപ്പോൾ കണ്ടുവച്ചു, L T⁻⁻2. ഇതിനിങ്ങനെ ഒന്നിച്ച് വേണമെങ്കിൽ എഴുതാം കേട്ടോ. ഇങ്ങനെ നമുക്ക് അങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിന് വേണമെങ്കിൽ 3നെയും നമുക്ക് ഒന്നിച്ചാക്കിയിട്ട് എഴുതാം കേട്ടോ. അതായത് M L T⁻⁻2. അപ്പോൾ ഇതാണ് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്ന് കാണിക്കാൻ Fന് ഇതുപോലെ ഒരു ആംഗുലർ ബ്രാക്കറ്റിൽ ഇട്ടാൽ മതി കേട്ടോ. അതുപോലെ വെലോസിറ്റി = എന്ന് പറഞ്ഞിട്ട് ശരിക്കും എഴുതാൻ പാടില്ല. ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി = ദിസ് വൺ. അതുപോലെ ഇവിടെ സ്പീഡിൻ്റെ ഡയമെൻഷൻ = L T⁻⁻1. ഓക്കെ, ഇനി നമുക്ക് മൊമെൻറ്റത്തിൻ്റെ നോക്കാം. മൊമെൻറ്റം = മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ എങ്ങനെ വരും? ഡയമെൻഷൻ ഓഫ് മാസ് M തന്നെ. ഡയമെൻഷൻ ഓഫ് V എത്രയാണ്? നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്, L T⁻⁻1.
എൽ ടി റേസ് ടു -1 നമ്മൾ മുമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, വെലോസിറ്റിയുടെ ഡയമെൻഷൻ. അപ്പോൾ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ എങ്ങനെ കിട്ടും? എം എൽ ടി റേസ് ടു -1. ഇത് എളുപ്പമാണ് കേട്ടോ, ആക്ച്വലി ഇക്വേഷൻ അറിഞ്ഞിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇമ്പൾസ് നോക്കാം. ഇമ്പൾസിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഫോഴ്സ് ഇൻറ്റു ടൈം. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട്, എം എൽ ടി റേസ് ടു -2. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, ഇങ്ങനെ, അതായത് ഇപ്പം ഫോഴ്സിൻ്റെ നമ്മൾ ബൈ ഹാർട്ട് പഠിക്കുന്നില്ലല്ലോ, അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ കാണുക, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എം ഇൻറ്റു എം എൽ ടി റേസ് ടു -2. ഇതിൻ്റെ കൂടെ എന്ത് വേണം? ടി വരും. അപ്പോൾ -2 ഉണ്ട് ഇവിടെ +1 ആണ്, ആഡ് ചെയ്യുകയാണല്ലോ ചെയ്യുക. അതൊക്കെ നിങ്ങൾക്കറിയാം, മാത്സിൽ പഠിച്ചതാണ്. എം എൽ ടി റേസ് ടു -1, ഡയമെൻഷൻ ഓഫ് ഇമ്പൾസ്. ഓക്കെ, ഡയമെൻഷൻ ഓഫ് ഇമ്പൾസ്. ഇനി നമുക്ക് എനർജിയുടെ ഡയമെൻഷൻ നോക്കാം. എനർജിയും, നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി എനർജി സ്പെൻഡ് ചെയ്യുമല്ലോ അല്ലേ. നമുക്കിപ്പോൾ ഒരു വർക്ക് ചെയ്യണമെങ്കിൽ എനർജി നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുക. അപ്പോൾ വർക്കും എനർജിയും എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഒരു കല്ലെടുത്ത് മേലേക്ക് എറിയുന്നതെന്ന് വിചാരിക്കും. നമ്മളൊരു വർക്ക് ചെയ്യുകയാണല്ലോ, നമ്മളൊരു സെർട്ടൈൻ എമൗണ്ട് ഓഫ് എനർജി ഉപയോഗിച്ചിട്ടായിരിക്കും അതിന് മേലേക്ക് എറിയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എത്ര എനർജി ഉപയോഗിച്ചിട്ടാണോ എറിയുന്നത് അത് ആ കല്ലിന് കിട്ടും, അല്ലെങ്കിൽ അത്രയും വർക്ക് നമ്മൾ ചെയ്യുന്നു എന്നാണ് അർത്ഥം കേട്ടോ. അത്രയും എനർജി വർക്കായി ട്രാൻസ്ഫർ ആവും. ആ വർക്കിന്, അതായത് വർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ എനർജി ഓൾമോസ്റ്റ് ആ കല്ലിന് നമ്മൾ കൊടുക്കുന്ന എനർജി ഉപയോഗിച്ചാണ് കല്ല് മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നത്. അതായത് എനർജിയും വർക്കും എപ്പോഴും ഈക്വൽ ആയിരിക്കും. അപ്പോൾ വർക്കിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, എം എൽ ടി റേസ് ടു -2. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ആണല്ലോ. അപ്പോൾ എൽ, ദാറ്റ് ഈസ് ഈക്വൽ ടു എം എൽ സ്ക്വയർ ടി റേസ് ടു -2. ഇവിടെ ഒരു എൽ ഉണ്ട്, ഇവിടെ ഒരു എൽ ഉണ്ട്, അപ്പോൾ എൽ സ്ക്വയർ. വർക്കിൻ്റെ ഡയമെൻഷൻ എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ആയിരിക്കും. ഇത് തന്നെയാണ് എനർജിയുടെയും ഡയമെൻഷൻ. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ അങ്ങനെ വരാം, സെയിം ഡയമെൻഷനുള്ള ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ് എന്ന്. അപ്പോൾ നമ്മൾ ആദ്യം സ്പീഡും വെലോസിറ്റിയും പറഞ്ഞിരുന്നു, ഇപ്പോൾ എനർജിയും വർക്കും. ഓക്കെ, ഇപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനോ അങ്ങനെയൊക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നിൻ്റെയും ചെയ്ത് നോക്കി ഈക്വൽ ആവുന്നത് ഏതാണെന്ന് കണ്ടുപിടിക്കാം കേട്ടോ. ഇനി 1-2 ക്വാണ്ടിറ്റീസും കൂടി നമുക്ക് നോക്കാം. പവർ എന്തായിരുന്നു? റേറ്റ് ഓഫ് ഡൂയിങ് വർക്കാണല്ലേ. അപ്പോൾ വർക്ക് ബൈ ടൈം എന്ന് എഴുതാം. വർക്കിൻ്റെ ഡയമെൻഷൻ നമ്മൾ കണ്ടുപിടിച്ചു, എം എൽ സ്ക്വയർ ടി റേസ് ടു -2. ടൈമിൻ്റെ ഡയമെൻഷൻ ടി തന്നെ. ഈ ടി മേലേക്ക് പോകുമ്പം -1 ആവും അല്ലേ. ഈ ടി മേലേക്ക് പോകുമ്പം -1 ആവും. അപ്പോൾ എന്ത് കിട്ടും? എം എൽ സ്ക്വയർ ടി റേസ് ടു -3 ആണല്ലോ അല്ലേ. വർക്കിൻ്റെത് എന്തായിരുന്നു? എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ഡിവൈഡഡ് ബൈ ടൈം, മേലേക്ക് പോവും എം എൽ സ്ക്വയർ ടി റേസ് ടു -3. ഓക്കെ, ഇനി നമുക്ക് ഡെൻസിറ്റി നോക്കാം. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? നമ്മളിവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ഇടണേ, എന്നാലും മാത്രമേ അത് കറക്റ്റ് ആവുള്ളൂ എഴുതുമ്പോൾ. അപ്പോൾ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? മാസ് പെർ യൂണിറ്റ് വോളിയാണ്. അപ്പോൾ ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസിൻ്റെ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ വോള്യമാണ്. വോള്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെലോസിറ്റി അല്ലല്ലോ, വോള്യമാണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, അങ്ങനെയാണ് നമ്മൾ സാധാരണ പറയുന്നത് അല്ലേ. LBH. അപ്പോൾ 3 ലെങ്ത്തുകളാണ്, അപ്പോൾ L3. അപ്പോൾ എന്ത് വരും? എം എൽ റേസ് ടു -3. ഇനി നമ്മളിപ്പോൾ ഫ്രീക്വൻസി ആണെന്ന് വിചാരിക്കുക. ഫ്രീക്വൻസിയുടെ സിമ്പിൾ ന്യൂ ആണല്ലോ. ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്താ? റെസിപ്രോക്കൽ ഓഫ് ടൈം അല്ലേ, 1/t ആണ്, ടൈം പീരീഡ് ആണ് അല്ലെങ്കിൽ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ എന്ത് വരും? ജസ്റ്റ് ടി റേസ് ടു -1. അപ്പോൾ ഇത്രയാണ് കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമുക്ക് ഡയമെൻഷൻ അറിഞ്ഞിരിക്കേണ്ടത്. ഇത്രയും നമുക്ക് പ്രാക്ടീസ് ചെയ്ത് അറിയാമെങ്കിൽ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെയും ഡയമെൻഷൻ സ്വന്തമായി എഴുതാനായിട്ട് പറ്റും. ഓക്കെ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഏതെങ്കിലും ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എഴുതുന്നതിൽ കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഐ വിൽ എക്സ്പ്ലെയിൻ കേട്ടോ. അതുപോലെ ക്ലാസ്സുകൾ ഹെൽപ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ചെയ്യുക, കമൻറ്റായി അറിയിക്കുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു.